അൻവർ മത്സരിക്കുമെന്നാണ് പറയുന്നത്. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. എന്തായാലും വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, പി വി അൻവറുമായുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അടഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അവിടെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഉറപ്പായും ചില അനുനയ പോസിബിലിറ്റി ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അൻവർ സമ്മതിക്കാതെ എന്തായാലും രാഹുലിന് രാത്രി ആ വീട്ടിലേക്ക് പോകാനും കഴിയില്ല. പൂർണ്ണമായും എല്ലാ വാതിലുകളും അടഞ്ഞു. അൻവർ അല്പസമയത്ത് മാധ്യമങ്ങളെ കാണാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് എന്ന് പറയാനായോ വിപിൻ? അശ്മി, അല്പസമയത്തിനകം തന്നെ പി വി അൻവർ മാധ്യമങ്ങളെ കാണും. സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ദേശീയ നേതൃത്വത്തിന്റെ അനുമതി അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിലായിരിക്കുമോ അതോ കഴിഞ്ഞ തവണ മത്സരിച്ച ഓട്ടോറിക്ഷയിലായിരിക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് താല്പര്യം എന്നുള്ളതും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സംഘം ഇവിടേക്ക് എത്തും എന്നുള്ളത് കൂടി അറിയുന്നുണ്ട്. അങ്ങനെ മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പിണറായി സത്തെക്കുറിച്ച് മാത്രമായിരിക്കില്ല ഇനി വി ഡി സതീശനെതിരെ അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്തിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആക്കരുതെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ പി വി അൻവർ പറയും. അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെയുള്ള ഒരു തുറന്നു പറച്ചിലുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഒപ്പം തന്നെ കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ കടക്കുന്നത്. കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, ഒപ്പം ബി ജെ പി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 3000-ലധികം വോട്ടുകൾ കിട്ടിയതാണ്. അപ്പോൾ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. ഇന്നിപ്പോൾ പി വി അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അദ്ദേഹം ഇന്നലെ പണമില്ലാത്തതുകൊണ്ട് പിൻവാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അതിന് ഒരു പരിഹാരമുണ്ടായിട്ടുണ്ടാകും. അദ്ദേഹം അതിൽ നിന്ന് പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് മാറ്റി പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വഴിക്കടവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകർ ഇവിടെ എത്തി മുദ്രാവാക്യം വിളിച്ചിരുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് മൂഡിലേക്ക് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായത്. ഒരു 11 മണിയോട് കൂടിയാണ് ഇവിടേക്ക് സന്ദർശനമായി അദ്ദേഹം വരികയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഏകദേശം 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനെ പറയുന്നൊരു വിശദീകരണം അതൊരു വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ളതൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനം ഇന്നലെ എല്ലാം പൂർണ്ണമായിട്ടും യു ഡി എഫുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞതിന് ശേഷവും ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് ഇപ്പോൾ യു ഡി എഫിനകത്ത് അതൊരു ഭിന്നസ്വരത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. അശ്മി, ഓക്കെ, എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം അൻവറിന് ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് അല്പസമയത്തിന് വാർത്താ സമ്മേളനത്തിൽ അറിയാം. അതല്ല തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്ന് പറയാനാണോ അൻവറിന്റെ വാർത്താ സമ്മേളനം? അല്പസമയത്തിന് നമുക്കതറിയാം. അത് ഈ ഞായറാഴ്ചയുടെ ആകാംക്ഷ കൂടിയാണ്. മാത്രമല്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകാൻ അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടി പ്രധാനമാണ്. അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് ഒരു വല്ലാത്ത പോരാട്ടത്തിലേക്ക് അവിടെ പോകുന്നു. നോക്കൂ, എം സ്വരാജ് അവിടെ CPM-ന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും തലപ്പക്കമുള്ള സ്ഥാനാർത്ഥി, ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ആര്യാടന്റെ ലഗസിയുമായി നിൽക്കുന്ന ഏറ്റവും തലപ്പക്കമുള്ള സ്ഥാനാർത്ഥി, പിന്നെ BJP-യുടെ ആ സ്ഥാനാർത്ഥി, BJP-കാരനായിട്ടില്ല, BJP-കാരനാവാൻ പോകുന്നേ ഉള്ളൂ ആ സ്ഥാനാർത്ഥി, ഒപ്പം പി വി അൻവർ കൂടി വരികയാണെങ്കിൽ അതൊരു വല്ലാത്ത മത്സരമാണ്.